മരണവും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് സയൻസിന്റെ വീക്ഷണം. ഇത് കട്ടി ചോദ്യമാണ്. മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. മരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്ത് ഉണ്ട്, ഹൃദയത്തിന്റെ മരണമുണ്ട്, കാർഡിയാക് ഡെത്ത് ഉണ്ട്. ഇത് തമ്മിലുള്ള പല ഘട്ടങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ക്രമേണ സംഭവിക്കുന്നതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പല അവയവങ്ങളും നിങ്ങൾക്ക് ദാനം ചെയ്യാൻ സാധിക്കും. കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കും, ത്വക്ക് ദാനം ചെയ്യാൻ സാധിക്കും. ഓരോ അവയവങ്ങൾക്കും ഉദാഹരണമായിട്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും കുറേ സമയത്തേക്ക് നിങ്ങളുടെ കരള് സ്രവങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ത്വക്ക് അറിയത്തേയില്ല, കുറച്ച് കഴിഞ്ഞായിരിക്കും ത്വക്ക് അറിയുന്നത് നിങ്ങൾ മരിച്ചു എന്നുള്ളത്. നിങ്ങളുടെ കിഡ്നി അപ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ഓരോ അവയവങ്ങൾ. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ഒരു ന്യൂസ് പരക്കുന്നതുകൊണ്ടാണ്, ഓരോരുത്തർ ഇങ്ങനെ പരന്ന് വരുന്നതുകൊണ്ടാണ്. ഇനി മാത്രമല്ല, നമ്മളെന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, നമ്മൾ ഒരുപാട് സബ്ബായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ തന്നെ ബാക്ടീരിയകളുണ്ട്, വിരകളുണ്ട്, തലമുടിയിൽ പേനുണ്ട്, ഉള്ളിൽ പല പല ജീവികളുണ്ട്, സൂക്ഷ്മ പരാതങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഒരു ആൽമരമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ പലതും അടുത്ത ദിവസം വരെയൊക്കെ ജീവിക്കും ചിലപ്പോൾ. പിന്നെ ബ്രെയിൻ ഡെത്താണ്, സമ്പൂർണ്ണ ബ്രെയിൻ ഡെത്താണ് ഡെത്ത് എന്ന് പറയുന്നത് സാർ. അതിന് ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. ഒരു കാര്യം എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളതാണ്, ഡെത്ത് എന്ന് പറയുന്ന സാധനം സംതിങ് യു ഡോണ്ട് ഹാവ് ടു വറി അറ്റ് ഓൾ. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത കാര്യമാണ് മരണം, മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യമാണ് ജീവിതം. പാരാസൈക്കോളജിയുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ പോലുള്ളവർ മരിച്ച ഭാര്യയുമായി സംസാരിച്ച് സത്യമാണോ? അല്ലേ അല്ല. ഞാനതാണ് മുമ്പേ പറഞ്ഞത്. ഈ ചോദ്യം മുൻകൂട്ടി കണ്ട എന്നെ നിങ്ങൾ എന്ത് വിളിക്കും? മോസസ് ഇല്ല എങ്കിൽ ഇസ്രായേൽക്ക് പ്രവാചകനില്ലേ? 10 കൽപ്പനകൾ പിന്നെ എവിടുന്ന് വന്നു? തോറ. അത് മുമ്പേ പറഞ്ഞു. സമന്വയിച്ചു പോകുന്നുവെന്ന് ധാരാളം സയന്റിസ്റ്റുകളും വിശ്വാസക്കാരും അംഗീകരിച്ചതുമാണ്. എതിർപ്പുകൾ അപഹാസ്യമാണ്. പരസ്യമായ സംവാദത്തിന് തയ്യാറാണ്. സയ്യദ് ബദ്യാസ് അതെന്ത്? ഇസ്ലാമിക ദൈവശാസ്ത്രം പ്രവാചകൻ മുഖേന അല്ലാഹു ഖുർആന് മുഖേന സ്ഥിരപ്പെടുത്തിയതാണ്. അതിനെ പുതിയ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടതില്ല. ഓക്കെ, അത് കറക്റ്റ് കാര്യമാണ്. പുതിയ ഗവേഷണവും സയൻസും ഒന്നും ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ വിശ്വസിക്കാനും തള്ളിക്കളയാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, സയൻസും ശാസ്ത്രവും സമന്വയിച്ച് പോകുന്നുവെന്ന് ധാരാളം സയന്റിസ്റ്റുകളും വിശ്വാസികളും അംഗീകരിച്ചതുമാണ്. എതിർപ്പുകൾ അപഹാസ്യമാണ്. പരസ്യമായ സംവാദത്തിന് തയ്യാറാണ്. എക്സ്ക്യൂസ് മീ. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്? ഇസ്ലാമിക ആദ്യ